കുളിക്കാത്ത മാതിരി ഫീൽ ആവും. മുടി നനഞ്ഞായിരിക്കുന്നത്. കുളിക്കാണെങ്കിൽ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിറമാണ് എൻ്റെ ഹെയറിൽ ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മാർക്കറ്റിൽ വാങ്ങുന്ന ഏത് സിറമിനെക്കാളും സൂപ്പർ എഫക്റ്റ് 100% നമ്മുടെ ഹെയറിന് സേഫാണ് കയ്യിൽ കരുതുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഓണമൊക്കെ ഇങ്ങെത്തി. ഇനി നമുക്ക് അങ്ങോട്ട് ഫംഗ്ഷൻസിൻ്റെ ബഹളമായിരിക്കും. സോ എങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷനും പാർട്ടിക്കൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ സിറം കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് DIY ആണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. 1 രൂപ പോലും മുടക്കി നമ്മളൊന്നും വാങ്ങണ്ട, എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ആണ്. 0 കോസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ മാത്രമല്ല കേട്ടോ, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് ചെയ്യേണ്ടത്, നമുക്ക് എപ്പോൾ കുളിക്കാനായിട്ട് സൗകര്യം ഉണ്ടാവുന്നതാണ്. എപ്പോഴാണെങ്കിലും നല്ല നനഞ്ഞ മുടിയിൽ നിങ്ങൾ പോകരുത്. അത് നല്ലതല്ല, അത് ഭയങ്കര ഓഡായിട്ട് ഫീൽ ആവും. നമ്മൾ എത്ര തന്നെ ആക്സസറീസും മറ്റു സാധനങ്ങളും അടിപൊളിയാക്കിയാലും നമ്മുടെ മുടി നനഞ്ഞിങ്ങനെ ഒട്ടിയിരിക്കുകയാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. കാരണം എണ്ണ തേച്ചിട്ട് നമ്മൾ മുടി നല്ല രീതിയിൽ ഷാമ്പു യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണം. പിന്നെ എണ്ണ ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മൾ ഒരുപാട് എണ്ണ വാരി തേക്കരുത്. അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് എണ്ണ മാത്രം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. 2-3 തവണ ഷാമ്പു യൂസ് ചെയ്യരുത്. ഒറ്റ തവണ മാത്രം ഫുൾ നമ്മുടെ മുടിയുടെ ലെങ്തിലോട്ടും അതുപോലെ തന്നെ സ്കാൽപ്പിലോട്ടും ഒക്കെ കവർ ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. എന്നിട്ട് അത് വാഷ് ചെയ്ത് കളയാം. വീണ്ടും ഷാമ്പു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ നല്ല രീതിയിൽ ഡ്രൈ ആവും. അത്രയും നമ്മളത് കുളിക്കാത്ത മാതിരി ഫീൽ ആവും. അത് ഭയങ്കര ഓടാണ്. അത് വേണ്ട. നല്ല സോഫ്റ്റ് ആയിട്ട് സിൽക്കി ആയിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ തവണ മാത്രം ഷാമ്പു ചെയ്താൽ മതി. ഒരുപാട് എണ്ണ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ തിക്കായിട്ടുള്ള ഓയിലൊക്കെ യൂസ് ചെയ്ത് കാച്ചിയ എണ്ണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട് പാടായിരിക്കും. സോ നിങ്ങൾ എപ്പോഴും മിനിമൽ ക്വാണ്ടിറ്റിയിൽ മാത്രം എണ്ണ തേക്കുക. കുറച്ച് മാത്രം എണ്ണ തേക്കുക. ഒത്തിരി വാരി തേക്കാണ്ടിരിക്കുക. സോ നമ്മൾ കുറച്ച് എണ്ണ തേച്ചിട്ട് അത് നമ്മൾ ഷാമ്പു യൂസ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യും. ഒറ്റ തവണ മാത്രം ഷാമ്പു ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് കണ്ടീഷണർ യൂസ് ചെയ്യണം. അത് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിനുശേഷം കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്യാവുന്നതാണ്. ഒരു 5 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു നമ്മളത് യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത്. സോ അത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ആക്ച്വലി സിറം എൻ്റെ കയ്യിലില്ലാത്ത സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ എടുക്കും. അതെടുത്ത് നല്ലോണം നമ്മുടെ മുടിയിൽ മാത്രമായിട്ട്, ആ സമയത്ത് നല്ല രീതിയിൽ മുടി നനഞ്ഞായിരിക്കും ഇരിക്കുന്നത്. കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ നനവുള്ള കയ്യിൽ തന്നെ ഒരു ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഈ മുടിയിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും. കൂടുതൽ എടുക്കരുത്, കാര്യം നമ്മൾ ഓൾറെഡി ഷാമ്പു എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. കൂടുതലെടുത്താൽ ഫുൾ എണ്ണയായിട്ടിരിക്കും. അത് നമുക്ക് ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന സിറം ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് കുളിച്ച് കഴിഞ്ഞ് മുടിയൊക്കെ തോർത്തി ചെറിയൊരു നനവുള്ള സമയത്ത് ഈ ഒരു സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സിറം പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ടിപ്പ് പറഞ്ഞത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമുക്ക് അങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ആ ഒരു സിറം ഉണ്ടാക്കുന്നതെന്ന്. ഒരു ബോട്ടിലാണ് വേണ്ടത്. ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക. അതല്ലെങ്കിൽ സിറമിൻ്റെ ഒഴിഞ്ഞ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അതെടുക്കുക. എനിക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സിറംസിനെക്കാളും ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. കാര്യം ഇതിൽ നമ്മൾ ഫ്രാഗ്രൻസ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന സിറംസിനെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. എനിക്കത് നല്ല രീതിയിൽ ഓയിലി ആയതുപോലെ ഫീൽ ആവും. നമ്മൾ ഓയിൽ ഫുള്ളായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുന്നുണ്ടല്ലോ. എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഷാമ്പു ചെയ്ത് കളയുന്നുണ്ട്. പിന്നെയും നമ്മളൊരു ഓയിൽ ബേസ് ആയിട്ടുള്ള ഒരു സംഭവം എടുത്ത് തേക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിറമാണ് എൻ്റെ ഹെയറിലോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം, ഇത് സാധാരണ വെള്ളമാണ്, പച്ചവെള്ളം, നമ്മുടെ സാധാരണ വെള്ളം, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. ഇത് അകത്തോട്ടാക്കി കൊടുക്കാനായിട്ട്. ഓക്കെ, അതിനോടൊപ്പം നമുക്ക് 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ മാത്രം എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ, നമ്മൾ തലയിൽ തേക്കുന്ന ഏതെങ്കിലും ഒരു എണ്ണ. എന്നിട്ട് ഇത് നല്ലോണം ഷേക്ക് ചെയ്യണം. ഇത് ഫുൾ എല്ലാം കൂടെ മിക്സ് ആവണമല്ലോ. നിങ്ങൾക്ക് നോർമൽ അലോവേര ജെൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അത് പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. ഇത് നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ വെച്ചേക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിറം. ഇത് ഹെയറിൽ ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കേട്ടോ, ഇപ്പോൾ ഒരു നനവും ഉണ്ട്, അതുപോലെ തന്നെ
ഓയിലുണ്ട്, അലോവേര ജെല്ലുണ്ട്. ഇത് നല്ല രീതിയിൽ നമ്മുടെ ഹെയറിനെ സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിത് എവിടെ പോയാലും കൊണ്ടുപോകാം കേട്ടോ. കാര്യം ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വാഷ്റൂം പോയി മുടി ഒന്ന് കെട്ടിയാൽ മതി. നല്ല രീതിയിൽ ഒതുങ്ങി കിടക്കും. എന്തായാലും ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ ഉച്ചയാകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ വെയിൽ കൊണ്ട് നല്ല രീതിയിൽ കാറ്റത്ത് പറന്നിട്ടുണ്ടാവും. അപ്പോൾ അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡീടാങ്കിൾ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ഡ്രൈനെസ് ഉണ്ട്, മുടി കെട്ടി കെട്ടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറാനും ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഫംഗ്ഷൻ കുറവെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അടിപൊളി ഒരു ഹെയർ സിറമാണ്. മാർക്കറ്റിൽ വാങ്ങുന്ന ഏത് സിറമിനെക്കാളും സൂപ്പർ എഫക്റ്റീവ് ആണ്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സിറംസ് ഒക്കെ തന്നെ നല്ല ഓയിലി ആയിരിക്കും. എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. പക്ഷേ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ സിറം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് സാധാരണ മറ്റേ ബോട്ടിലൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വെക്കാറ്. പിന്നെ ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി എടുത്തതേ ഉള്ളൂ. എങ്ങനെ എഴുതാൻ നമുക്ക് കയ്യിൽ കുറച്ച് എടുത്തിട്ടായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് 100% നമ്മുടെ ഹെയറിന് സേഫ് ആണ്. ഫ്രാഗ്രൻസ് ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പിന്നെ എവിടെ വേണം നമുക്ക് കൊണ്ടുപോകാം. അലോവേര ജെൽ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ പാക്കറ്റെങ്കിലും വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കാര്യം നമ്മൾ മുടി കെട്ടുന്ന സമയത്ത് ഷാംപൂ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല. അത് എനിക്ക് പലതവണയായിട്ട് പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഷാംപൂ ചെയ്യുമ്പോൾ ഓവർ ഡ്രൈ ആയിപ്പോകും നമ്മുടെ ഹെയർ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അലോവേര ജെല്ല് നിങ്ങൾ കയ്യിൽ കരുതുക. അപ്പോൾ ഈ ബേബി ഹെയർസ് ഒക്കെ ഇങ്ങനെ പൊങ്ങി വരത്തില്ലേ, അത് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. വാസലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നത് നമ്മുടെ ഈ ഒരു അലോവേര ജെല്ലാണ് കേട്ടോ. കാര്യം നല്ല രീതിയിൽ ഹെയറിനെ സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ ഹെയർ അങ്ങനെ തന്നെ അടങ്ങിയിരിക്കും. നിങ്ങൾക്ക് ലൂസ് ഹെയർ ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള കുട്ടികളുണ്ടാവുമല്ലോ, കുട്ടികളെന്നല്ല വലിയവരായാലും. അപ്പോൾ ലൂസ് ഹെയർ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഇത് നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു ഹാക്കാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ച എല്ലാ ഹാക്സും ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ. നേരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.